നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്. അതൊരു ഫ്രണ്ട്ഷിപ്പ് ആകാം, ഏതൊരു റിലേഷൻഷിപ്പ് ആകാം. ഓക്കെ, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന്. സോ ഇവിടെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ടോ? ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യുവാണ്. ഓക്കെ, ഇവര് നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യുവാണ്. ഓക്കെ, ഒന്നെങ്കിൽ അവർ ട്രാവൽ ചെയ്ത് വേറെ ലൊക്കേഷനിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് കാണുന്നത്, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം നിങ്ങളിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാതെ കോണ്ടാക്ട് ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ അവര് അവരുടെ പാഷനെ തേടി പോവാണ്. ഓക്കെ, അവരുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും മ്യൂസിക്കൊക്കെ പാഷനായിട്ടുള്ളവര് അവര് ആ ഒരു കരിയർ തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള എന്താ കോഴ്സ് അത് പഠിച്ചെടുക്കാൻ അങ്ങനെ അവരുടെ പാഷനിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് കാണുന്നത് ഈ വ്യക്തി എന്തോ കാര്യത്തിൽ സ്റ്റക്കാണ്. ലൈക്ക് എന്തോ ഒരു പ്രശ്നത്തിലാണ് അവർ. ഓക്കെ, എന്തോ ഒരു ആരോ ബിട്രൈ ചെയ്തോ, ആരോ സ്റ്റാബിങ്ങോ, പുറകിൽ നിന്ന് സ്റ്റാബ് ചെയ്യുക, അങ്ങനെയൊക്കെ എന്തോ ഒരു ബിട്രയൽ, എന്തോ ഒരു ടഫ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് അറ്റ് പ്രസന്റ് എനിക്ക് കാണുന്നത്. 3 of Cups ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ്ഡ്. സോ ഇവിടെ എനിക്ക് കാണുന്നത് ഈ വ്യക്തി നിങ്ങളോട് വളരെ കാഷ്വൽ ആൻഡ് ഒരു എന്താ പറയുക, ഒരു ചിൽ വൈബാണ് അവർ കാണുന്നത്. എന്ന് വെച്ചാൽ ചുമ്മാ എല്ലാം സിമ്പിളായിട്ട് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ, റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരെല്ലാം നിങ്ങളുമായിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നും അവർ നോക്കുന്നില്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുക, ചുമ്മാ കൂളായിട്ട് നടക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു വൈബായിട്ടാണ് കാണുന്നത്. ബിക്കോസ് അവര് ഇപ്പോഴും അവർക്ക് നേരത്തെ ഏതെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, അവരത് ബ്രേക്കപ്പ് ആയി വന്നതാണെങ്കിലും അവരുടെ മനസ്സ് അതിൽ ടൈഡാണ്. ഓക്കെ, ആ ഒരു വ്യക്തി അല്ലാതെ വേറൊരു വ്യക്തിനെ അവരുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ടായി കാണും, പക്ഷെ ആ മനസ്സ് മൊത്തം അവരുടെ കൂടെയാണ് എന്നാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, സോ ആ ഒരു കാരണം കൊണ്ട് ആദ്യത്തെ റിലേഷൻഷിപ്പ് അവർ നല്ല പോലെ എന്താ പറയുക ഭയങ്കര ട്രൂ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ അപ്പോഴായിരിക്കും അത് ബ്രേക്കപ്പ് ആയതും, എന്നിട്ടായിരിക്കും നിങ്ങൾ ലൈഫിൽ വന്നത്. അപ്പൊ നിങ്ങളോട് അവർക്ക് ആ ഒരു സിൻസിയറിറ്റി കാണിക്കാൻ പറ്റുന്നില്ല. സിൻസിയറിറ്റി മീൻസ് നിങ്ങളെ അവർ ചതിക്കുമോ അങ്ങനെയൊന്നുമല്ല കാണുന്നത്, പക്ഷെ നിങ്ങളായിട്ട് ഒരു സീരിയസ് റിലേഷൻഷിപ്പിന് അവർ തയ്യാറല്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ലവ്, ആ ഒരു രീതിയിലാണ് എനിക്ക് കാണുന്നത്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ലോങ് ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. അത് ഫിസിക്കലി ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണലി മെന്റലി കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ലോങ് ഡിസ്റ്റൻസും ആയിരിക്കാം. പക്ഷെ അവർ വന്നാലും അവരിങ്ങനെ എന്തെങ്കിലും പാറി പറന്ന് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ വന്ന് സംസാരിച്ച് പിന്നെ കുറച്ച് നാളത്തേക്ക് കാണില്ല, ആ ഒരു രീതിയിലാണ് പോകുന്നത്. ബിക്കോസ് അവർ നിങ്ങളിലേക്കല്ല ഫോക്കസ്ഡ്. കാര്യം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അവർക്ക് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ബിഹേവിയർ ഒക്കെ അവർക്ക് ഭയങ്കര ഒരു അഡിക്ഷൻ ഉണ്ട് ശരിക്കും. പക്ഷെ നിങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് എനർജി കൊടുക്കാൻ അവർക്ക് വയ്യ. ബിക്കോസ് മേ ബി എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ കാർഡ്സിൽ കാണാത്ത കാര്യം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അവർക്ക് പഴയ ആ ഒരു ബന്ധം അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കി കാണും. അതുകൊണ്ടായിരിക്കും. അല്ലാതെ അവരും ഒരു നെഗറ്റീവ് പേഴ്സൺ ആയിട്ടൊന്നും എനിക്ക് കാണുന്നില്ല. അവിടെ ഒരു ചീറ്റിങ്ങോ ഒന്നും കാണുന്നില്ല. നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആയിപ്പോയി. ഈ ഓരോരുത്തരുടെ ക്യാരക്ടർ ചില സിറ്റുവേഷനിൽ മാറിപ്പോകുമെന്ന് പറഞ്ഞ പോലെ അവർ ആ ഒരു സ്ട്രഗിളിലൂടെ വന്നുകൊണ്ടായിരിക്കും. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെന്റലി അവർ സ്ട്രഗിൾ ചെയ്യുവാണ്. മനസ്സിലായോ? എന്നുവെച്ചാൽ അവരും മറ്റ് ആ ഒരു വ്യക്തിയും അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്, നിങ്ങളും ഉണ്ട്. ആ ഒരു രീതിയായിട്ടാണ് എനിക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇവര് ഒരു ഇമോഷണലി ഇൻഡിപെൻഡന്റ് അല്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് തന്നെ വരാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇത്രയും അടുക്കാൻ തന്നെ കാരണം അവർ ആ ഒരു ബ്രേക്കപ്പിൽ വന്നപ്പം, ആ ഒരു ബ്രേക്കപ്പ് ആയി പോയപ്പോൾ, ആ വ്യക്തി പോയപ്പോൾ അവരുടെ ലൈഫ് ഒരു ശൂന്യതയായി. അവർക്ക് ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ ഇമോഷണൽ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫിസിക്കലി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അതല്ല. ഇമോഷണലി അവരുടെ വിഷമങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ സന്തോഷങ്ങൾ ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയായിരുന്നു എന്നല്ല, ഇപ്പോഴും അതാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങളിലേക്ക് ഒരു സപ്പോർട്ട് കിട്ടി. നിങ്ങൾ ഒരുപാട് അവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്ത് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഹാപ്പിനെസ്സും
സംസാരിച്ചതും എല്ലാം നിങ്ങൾ കേട്ടു, എൻജോയ് ചെയ്തു, നിങ്ങൾ ഒരുമിച്ച് എൻജോയ് ചെയ്തതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ അവർക്കൊരു കാഷ്വൽ വൈബാണ്. അവർ ആ ഒരു ഷീസ് മൈ ട്രൂ ലവ് എന്നൊക്കെ പറയാനുള്ള ഒരു രീതിയിലോട്ട് എത്തിയിട്ടില്ല. മനസ്സിലായോ? അവരെ ഹീൽ ചെയ്യുന്നുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് എനിക്ക്. ദ ചാരിയറ്റ് റിവേഴ്സ്ഡ്, ടെമ്പറൻസ് റിവേഴ്സ്ഡ്. ഓക്കെ, സോ ഈ പേഴ്സൺ നിങ്ങളോട് ഫിസിക്കലി ഭയങ്കര അട്രാക്റ്റഡ് ആണ്. ഓക്കെ, അട്രാക്ഷൻ ഒക്കെ ഉണ്ട്. നിങ്ങൾ ഫിസിക്കലി കാണാൻ നല്ല ഭംഗിയുള്ളൊരു വ്യക്തിയായിരിക്കും. അവർ അതുകൊണ്ട് നല്ല അട്രാക്റ്റഡ് ആണ്. പിന്നെ ഈ വ്യക്തി ആക്ഷൻ എടുക്കുകയും ചെയ്യും. എന്താണ് നെക്സ്റ്റ് ആക്ഷൻ? ഈ വ്യക്തി കൂടി ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നില്ല. ഇവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ സ്പൈ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല റെസ്പെക്റ്റ് ആണ് നിങ്ങളെ. അതെനിക്ക് കാണുന്നത് വെച്ചാൽ നിങ്ങളെ ഒരു ക്യൂനായിട്ടാണ് അവർ കരുതുന്നത്. അവരെന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട്, എനിക്ക് ഇപ്പോൾ കാണുന്ന വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ലൈക്ക് ഒന്നെങ്കിലും നോ കോണ്ടാക്ട് കാണുന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നതാണ്. ലൈക്ക് മേ ബി ഒരു ഫിസിക്കൽ കോണ്ടാക്ട് അവർ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ അത് നല്ല രീതിയിൽ എന്താ പറയുക റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തി ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടാണ് കാണുന്നത്. എന്താ മനസ്സിൽ തോന്നുന്നു അവരങ്ങ് വിളിച്ചു പറയുക, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ അയ്യോ നിങ്ങളോട് അങ്ങനെ പറയില്ല, അങ്ങനൊന്നും ഇല്ല. അവർ എന്ത് തോന്നുന്നു അങ്ങനെ വിളിച്ചു പറയുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ക്യൂനായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളോട്. ഓക്കെ, സോ ഗായ്സ്, ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ,